മഞ്ചേശ്വരത്ത് പോരാട്ട ചിത്രം മാറി മറിയുകയാണ്. SDP-യും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. സ്ഥാനാർത്ഥി അഷറഫ് ബഡാജയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. എന്താണ് ഈ പോരാട്ടത്തിൻ്റെ ഒരു ലക്ഷ്യം? താങ്കൾ ഒരു മാസം മുമ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും ഇവിടെ SDP-ക്ക് എന്ന് പറഞ്ഞിരുന്നു അമൃത വാർത്തകളോട്. എന്താണ്, ലീഗിനെ മുട്ടുകുത്തിക്കാൻ തന്നെയാണോ പരിപാടി? അല്ല, ലീഗിനെ മുട്ടിക്കുത്താനിക്കാനല്ല. ഞങ്ങൾ കൃത്യമായി ഒരു മാസം മുമ്പ് നിങ്ങളടക്കമുള്ള മാധ്യമ സുഹൃത്തുക്കൾ നമ്മളോട് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞത്, ഇവിടെ BJP-യെ പരാജയപ്പെടുത്തലാണോ ഉദ്ദേശമെങ്കിൽ കേരളത്തിലെ ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് അടക്കം പറഞ്ഞതാണ്, കേരളത്തിലെ 13 മണ്ഡലങ്ങൾ BJP വിജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ, ഇവിടെ UDF-ഉം LDF-ഉം ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. അവർ അവിടെ ഒരു പൊതു സ്വാതന്ത്ര്യനെ നിർത്തിയാൽ ഞങ്ങൾ പിന്തുണക്കുമെന്ന് ഞങ്ങൾ കൃത്യമായി പറഞ്ഞതാണ്. മഞ്ചേശ്വരത്തെ സംബന്ധിച്ചിടത്തോളം മഞ്ചേശ്വരത്തെ ജനങ്ങൾക്ക് ഇവിടെ വികസനമില്ല എന്നതാണ് ഏറ്റവും വലിയ. 140 മണ്ഡലം നോക്കിയാൽ ഏറ്റവും വികസനം മുരടിച്ച ഒരു മണ്ഡലമുണ്ടെങ്കിൽ അത് മഞ്ചേശ്വരം മണ്ഡലമാണ്. നിലവിലെ MLA-യോട് വിയോജിപ്പുകളുണ്ട് പല കാര്യങ്ങളും. അല്ല, നിലവിലെ MLA-യോടുള്ള വിയോജിപ്പല്ല. MLA-യോട് വ്യക്തിപരമായിട്ട് ഞങ്ങൾക്കൊരു വ്യക്തിപരമല്ല, പാർട്ടി എന്ന നിലയിലും വിയോജിപ്പില്ല. പക്ഷെ തീർച്ചയായും ഇവിടുത്തെ വികസനത്തിൻ്റെ കാര്യത്തിൽ, ഇവിടുത്തെ CHC ഹോസ്പിറ്റലിൻ്റെ കാര്യത്തിൽ, ഇവിടുത്തെ താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ കാര്യത്തിൽ, ഇവിടുത്തെ മാലിന്യത്തിൻ്റെ വിഷയത്തിൽ, ഇവിടുത്തെ പല റോഡുകളുടെ വിഷയത്തിൽ, ഇങ്ങനെയുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്. ഞങ്ങളത് വർഷങ്ങൾക്ക് മുമ്പ് MLA-യുടെ ഓഫീസിലേക്കടക്കം മാർച്ച് ചെയ്ത് ഞങ്ങൾ പറഞ്ഞതാണ്. ഇവിടെ ഇങ്ങനെ പ്രശ്നമുണ്ട്, ഇവിടെ മാലിന്യത്തിന് നിങ്ങൾ 2021 ഞങ്ങൾ ജയിച്ചു വന്നാൽ ഇവിടെ മാലിന്യത്തിനൊരു പരിഹാരം കാണുമെന്ന് പറഞ്ഞിട്ട് ഇന്ന് വരെ അത് കാണാൻ പറ്റിയിട്ടില്ല. ഒരുപാട് കുട്ടികൾ ഇവിടെ രോഗം കൊണ്ട് വലിയുകയാണ് ഈ മാലിന്യത്തിൻ്റെ പ്രശ്നം കൊണ്ട്. എൻ്റെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ, നിങ്ങളൊന്ന് തളപ്പാടി തൊട്ടൊന്ന് മൊഗരാൾ വരെ സർവീസ് റോഡിൽ ഒന്ന് യാത്ര ചെയ്ത് നോക്കണം. മാലിന്യം കൊണ്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഹോസ്പിറ്റൽ നോക്കി, തീരദേശ പ്രദേശങ്ങൾ, ഒരുപാട് പാവപ്പെട്ട ആൾക്കാരുള്ള ഈ മണ്ഡലത്തിൽ ഹോസ്പിറ്റൽ, ഒരു CHC ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ഒരു താലൂക്ക് ഹോസ്പിറ്റലോ കൃത്യമായിട്ടില്ല. ഇവിടെ ഒരു ചെറിയ പനി വന്നാൽ പോലും ആയിരങ്ങൾ മുടക്കി മംഗലാപുരത്തിലേക്ക് ഓടേണ്ട ഒരു അവസ്ഥയാണുള്ളത്. ഓക്കെ, ഇപ്പോൾ SDP മത്സരത്തിന് ഇറങ്ങി താങ്കൾ സ്ഥാനാർത്ഥി. ഇപ്പം നിലവിൽ ഈ മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിലെ എത്ര പഞ്ചായത്തുകളിൽ എത്ര വാർഡ് മെമ്പർമാർ SDP-ക്ക് ഉണ്ട്? നിലവിൽ നമ്മൾ അധികം മത്സരിച്ചിട്ടില്ല. ഞങ്ങൾ എങ്കിലും ഇപ്പോൾ പ്രതിനിധീകരിക്കുന്നുണ്ടല്ലോ, പഞ്ചായത്തുകളിൽ ഉണ്ടോ? പഞ്ചായത്തുകളിൽ പ്രതിനിധീകരിക്കുന്നുണ്ട്. ഞങ്ങൾ ഏറ്റവും കുറച്ച് വാർഡുകളിലാണ് മത്സരിച്ചത്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇവിടുത്തെ മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിൽ ആർക്കും അങ്ങനെ ഒരു അടിത്തറ ഉള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ആരുമല്ല. ഇവിടുത്തെ ജനങ്ങൾ നിഷ്പക്ഷമാണ്. എത്ര വാർഡുകളുണ്ട്? ഏതൊക്കെ പഞ്ചായത്തിലാണ് ഇപ്പോൾ ഉള്ളത്? മഞ്ചേശ്വര പഞ്ചായത്തിൽ ഞങ്ങൾക്ക് ഞങ്ങൾ ബ്ലോക്കിലും ജില്ലാ പഞ്ചായത്തിലും ഒക്കെ മത്സരിച്ചതാണ്. ഞങ്ങൾക്ക് മഞ്ചേശ്വര പഞ്ചായത്തിൽ 2 വാർഡുകളുണ്ട്. എല്ലാ പഞ്ചായത്തിലും ഞങ്ങൾ മത്സരിച്ചാണ്. ഞങ്ങളൊക്കെയും എല്ലാ സ്ഥലത്തും ചെറിയ വോട്ടിൻ്റെ പരാജയപ്പെട്ടതാണ്. മൊത്തം ടോട്ടൽ വോട്ട് ഈ പഞ്ചായത്തിൽ തദ്ദേശത്തിൽ എത്ര കിട്ടി SDP-ക്ക്? പരാജയപ്പെട്ടതും വിജയിച്ചതും എല്ലാം കൂടി അതിൻ്റെ ഒരു കണക്കുണ്ടോ? ഓരോ പഞ്ചായത്തിന്റെ കൃത്യമായ കണക്ക് ഇപ്പം എൻ്റെ കയ്യിലില്ല. എങ്കിലും എത്ര വരും? 10,000-ന് മുകളിൽ വരുമോ? 10,000-ന് മുകളിലേക്ക് വരുന്നുണ്ട്. മഞ്ചേശ്വര പഞ്ചായത്തിൽ തന്നെ ഞങ്ങൾക്ക് 3 ബ്ലോക്കിൽ മത്സരിച്ച് ഞങ്ങൾക്ക് 5,000-ഓളം വോട്ടുകൾ മഞ്ചേശ്വര പഞ്ചായത്തിലുണ്ട്. അതുപോലെ മറ്റു പഞ്ചായത്തിൽ ഞങ്ങൾ ജില്ലാ പഞ്ചായത്തിൽ മത്സരിച്ചാൽ ഞങ്ങൾക്ക് 4,000. ഞങ്ങൾ മഞ്ചേശ്വര പഞ്ചായത്ത് മത്സരിച്ചു, കുമ്പള പഞ്ചായത്ത് മത്സരിച്ചു, ഒർക്കാടി മത്സരിച്ചു, മീഞ്ച പഞ്ചായത്ത് മത്സരിച്ചു, പയ്യോളിക പഞ്ചായത്ത് മത്സരിച്ചു, അതുപോലെ തന്നെ മംഗൾപാടി പഞ്ചായത്ത് മത്സരിച്ചു. ഇങ്ങനെ എല്ലായിടത്തും ഞങ്ങൾ ഏകദേശം 7ഓളം പഞ്ചായത്തുകളിൽ മത്സരിച്ചു. ആ മത്സരിച്ച വാർഡുകളിൽ പരാജയപ്പെട്ടെങ്കിൽ എത്ര വോട്ട് കിട്ടി? ഞാൻ കൃത്യമായ കണക്കിപ്പം എൻ്റെ കയ്യിലില്ല. എന്നാലും നല്ല ഒരു വോട്ടാണ്. എല്ലായിടത്തും ഞങ്ങൾ പരാജയപ്പെട്ടത് ചെറിയ വോട്ടിൻ്റെ ചെറിയ അത് ഇവിടുത്തെ BJP-യുമായുള്ള UDF-ന്റെ അവിശുദ്ധ കൂട്ടുകെട്ടാണ്. ഞങ്ങളിവിടെ മത്സരിക്കുന്ന ജനങ്ങൾക്ക് ഈ BJP-യും UDF-ഉമുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് ജനങ്ങളെ തന്നെ മടുത്തതാണ്. നിങ്ങൾക്കറിയാലോ, പയ്യോളിക പഞ്ചായത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വോട്ട് ചെയ്തിട്ട് ആരാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉണ്ടാക്കിയത്? മുസ്ലിം ലീഗല്ലേ. ഇത് ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്. ഒരു കാലമുണ്ടായിരുന്നു, പഴയ കാലം. അന്ന് എന്ത് ചെയ്താലും സോഷ്യൽ മീഡിയ കുറവായ കാലം, അന്നൊക്കെ നടക്കുമായിരുന്നു. ഇന്നതല്ല. ജനങ്ങൾ നല്ല പോലെ മനസ്സിലാക്കുന്നുണ്ട് ഇവിടുത്തെ BJP-യുടെയും UDF-ൻ്റെയും കൂട്ട്. ഞങ്ങൾ ഈ UDF BJP കൂട്ടുകെട്ടിനെതിരെയാണ് മത്സരം. തീർച്ചയായും ഞങ്ങൾ നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നതിൽ ഞങ്ങൾക്ക് സംശയമില്ല. എന്തായാലും SDP-ഐ മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിൽ നിർണായകമായ ശക്തി എന്ന കാര്യമാണ് നമുക്ക് സ്ഥാനാർത്ഥി അഷറഫ് ബഡാജയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിൽ അംഗങ്ങളുണ്ട്. അതുപോലെ തന്നെ മഞ്ചേശ്വരം കൂടാതെ ഓർക്കാടി, പൈവളിക, കുമ്പള തുടങ്ങിയ പഞ്ചായത്തുകളെല്ലാം കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ SDP സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിക്കുകയും ചെയ്തു. ഒരു മാസം മുമ്പ് തന്നെ ഇവിടെ സ്ഥാനാർത്ഥി ഉണ്ടാവുമെന്ന പ്രഖ്യാപനവും അവർ നടത്തിയിരുന്നു. അതിൻ്റെ യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ത്രികോണ മത്സരം നടക്കുന്ന മഞ്ചേശ്വരം മണ്ഡലത്തിലെ പോരാട്ടം ചതുഷ്കോണ പോരാട്ടത്തിലേക്ക് എത്തിയതിൻ്റെ ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. SDP മത്സരിക്കുമ്പോൾ മുസ്ലിം ലീഗുമായി വിയോജിപ്പുകൾ ഇല്ലെന്ന് സ്ഥാനാർത്ഥി പറയുമ്പോഴും വിയോജിപ്പുകൾ ഉണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. മണ്ഡലത്തിൻ്റെ
തെരഞ്ഞെടുപ്പ് ഫലം തന്നെ അട്ടിമറിക്കുന്ന ഒരു കാര്യത്തിലേക്കാണ് ഇപ്പോൾ SDPI രംഗപ്രവേശം ചെയ്യുമ്പോൾ ഇവിടുത്തെ തെരഞ്ഞെടുപ്പിൻ്റെ അങ്കത്തട്ട് മാറി മറിയുന്നത്. കാസർഗോഡ് നിന്നും അനൂപ് നീലേശ്വരം, അമൃത ന്യൂസ്.